അതുകൊണ്ട് നമുക്കിനി രാവിലെ 10 വർഷത്തിൽ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആ 2 മാസക്കാലം നടത്തിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ ആറ്റുകാൽ പൊങ്കാലയുടെ കാര്യത്തിൽ മാത്രമല്ല, നഗരസഭയുടെ അന്നേ ദിവസം തന്നെ ഇത് ആ പറയുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി നമ്മുടെ ട്രിവാൻഡ്രം സിറ്റി ക്ലീൻ സിറ്റി ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് വിജയമാക്കിയതിൻ്റെ പ്രധാനപ്പെട്ട കണ്ണികൾ താഴെ ഉത്തര വാർഡിൽ പ്രവർത്തിക്കുന്ന നിങ്ങളെപ്പോലത്തെയുള്ള ജീവനക്കാരാണ്. അതിന് മണിക്കൂറുകൾ കൊണ്ട് തന്നെ നഗരം വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ നേതൃത്വം കൊടുക്കുകയാണ്. നേരത്തെ മേയർ പറഞ്ഞതുപോലെ ജീവനക്കാരെ എല്ലാം ചേർത്ത് പിടിച്ച് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒന്നും അതിപ്രസരമില്ലാതെ ഇന്റർനാഷണലും നാഷണലിലും ഒക്കെ ആയിട്ടുള്ള സ്റ്റേറ്റ് അവാർഡുകളും എല്ലാം നമ്മുടെ ഈ ഏറ്റവും നല്ല കോർപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും ആദരിക്കുന്ന യോഗത്തിൽ എത്തിയതിൽ വലിയ സന്തോഷമുണ്ട്. അല്പം ആരോഗ്യം പിന്നോട്ട് തൊണ്ടയൊക്കെ അറിയിക്കുന്നതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. എന്നിരുന്നാലും രാഷ്ട്രീയ ഭേദമന്യേ ഈ പൊങ്കാല സമയത്ത് നിങ്ങളെല്ലാവരും കഠിനാധ്വാനം ചെയ്യുന്നത് നേരിൽ കണ്ട് അതിൻ്റെ ഭാഗമായ ഒരാളെന്ന രീതിയിൽ നമ്മുടെ രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറം ചിന്തിക്കുമ്പോൾ നമ്മളെപ്പോലത്തെ രാഷ്ട്രീയക്കാർ എല്ലാ ആളുകളുണ്ടെങ്കിലും ഇതിനെ വിജയമാക്കിയതിൻ്റെ പ്രധാനപ്പെട്ട കണ്ണികൾ താഴെ ഉത്തര വാർഡിൽ പ്രവർത്തിക്കുന്ന നിങ്ങളെപ്പോലത്തെയുള്ള ജീവനക്കാരാണ്. അതിന് സഹായിക്കുന്ന ഉദ്യോഗസ്ഥർ കൂടിയാണെന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി തന്നെ നിങ്ങളോട് പറയുകയാണ്. അതിനുള്ള ഒരു വലിയ സന്തോഷമായി നിങ്ങളൊക്കെ കൂടുമ്പോൾ ഇത്തരത്തിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. രാഷ്ട്രീയം പറയും, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ ആത്യന്തികമായി നമ്മളെല്ലാവരും ഈ രാഷ്ട്രീയ വ്യത്യാസം പറയുന്നതൊക്കെ ഈ നാടിന് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാണെന്നുള്ള ഒരു കാര്യം നമുക്കിവിടെ അറിയിക്കുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വന്നപ്പോഴും ആ കുട്ടി പാടുന്നത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി സ്പെഷ്യൽ ഡേ ആയിട്ട് എനിക്ക് കണ്ടപ്പോൾ മാധുരിയോ ചിത്രചേച്ചിയോ വിചാരിച്ചു. നന്നായിട്ട് പാടിയിട്ടുണ്ട്, നല്ല മിടുക്കരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള കലാപരിപാടികളൊക്കെ നടത്തുമ്പോൾ ഈ കോർപ്പറേഷൻ കൗൺസിലർമാരെയും മറ്റാളുകളെ വിളിക്കാനുള്ള ഇതൊക്കെ ചെയ്യണം. ഞാൻ വെറുതെ ഒരു 3 വർഷം നൃത്തം പഠിച്ച ഒരാളാണ്. അതുകൊണ്ട് നമുക്കിനി രാവിലെ 10 വർഷത്തിൽ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട മേയർ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, കൗൺസിൽ അംഗങ്ങളെ, കോർപ്പറേഷൻ്റെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള തൊഴിലാളികളെ, ജീവനക്കാരെ, നമ്മുടെ നാട്ടിൽ വലിയൊരു ഉത്സവമായി മാറുകയാണ് ആറ്റുകാൽ പൊങ്കാല. ഒരു ചരിത്രം ഉണ്ട് ആ പൊങ്കാലയ്ക്ക്. അമ്പല പരിസരത്ത് മാത്രം നിന്നിരുന്ന പൊങ്കാല പിന്നീട് ഓരോ വർഷം കഴിയും തോറും അത് നഗരത്തിൽ കൂടി കടന്ന് ഇന്ന് തിരുവനന്തപുരം ജില്ലയ്ക്കകത്തുള്ള മുനിസിപ്പാലിറ്റികളിൽ വരെ വന്ന് എത്തി നിൽക്കുകയാണ് പൊങ്കാല എന്ന് പറയുന്നത്. ഓരോ വർഷം കഴിയുമ്പോഴും ലക്ഷക്കണക്കിന് ആളുകൾ കൂടുതലായി വന്ന് ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുക്കുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അതുകൊണ്ടാണ് ചരിത്രം തന്നെ രേഖപ്പെടുത്തിയത് സ്ത്രീകളുടെ ശബരിമലയാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് ചരിത്രം തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ തുടക്കത്തിൽ മൺകട്ട ഉപയോഗിച്ചിട്ടാണ് ഈ പൊങ്കാല ഇട്ടിരുന്നത്. അത് നഗരത്തെ പിന്നീട് കൊണ്ടുപോയി അത് പൊടിച്ചു മാറ്റി അതിന് ഒരുപാട് പൊടികൾ വരുന്നത് കാരണം പിന്നീട് അത് നമ്മുടെ നാട്ടിൽ ചുടുകല്ലിലേക്ക് പൊങ്കാല മാറുകയാണ് ചെയ്തത്. ആ പൊങ്കാല മാറിയ സന്ദർഭത്തിൽ തന്നെ അന്നത്തെ മേയറായിരുന്ന ശ്രീ ജയൻ ബാബുവിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ തലസ്ഥാനത്ത് പൊങ്കാല കഴിഞ്ഞാൽ അന്ന് തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് ചെയ്തത്. അത് ഇന്നേ വരെയുള്ള കൗൺസിൽ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് എല്ലാവരും അന്നേ ദിവസം തന്നെ ഇത് ആ പറയുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി നമ്മുടെ ട്രിവാൻഡ്രം സിറ്റി ക്ലീൻ സിറ്റി ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതെല്ലാം യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു പ്രധാന പങ്ക് എന്ന് പറയുന്നത് ഇവിടെ കണ്ടിൻജൻറ്റ് സ്റ്റാഫായിട്ടുള്ള നമ്മുടെ കോർപ്പറേഷനകത്തുള്ള തൊഴിലാളികളാണ് എന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ല. ഈ പ്രാവശ്യത്തെ നമ്മുടെ
പൊങ്കാല നടന്നപ്പോഴും 3 പ്രാവശ്യം ഇതിൻ്റെ അവലോകന യോഗങ്ങൾ നടത്തി. ഒന്ന് നമ്മുടെ ദേവസ്വം മന്ത്രിയായിട്ടുള്ള വാസവൻ മിനിസ്റ്റർ പങ്കെടുത്തുകൊണ്ട് നടത്തി. 3 അവലോകന യോഗത്തിനകത്ത് നമ്മുടെ ജില്ലയിലെ മന്ത്രി എന്നുള്ള രൂപത്തിൽ ശിവൻകുട്ടി മിനിസ്റ്റർ ഉണ്ടായിരുന്നു. അവസാനം കൂടിയിട്ടുള്ള അവലോകന യോഗത്തിനകത്ത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്തുകൊണ്ടാണ് ഇതിൻ്റെ 28 വകുപ്പുകളെ കൂട്ടി ഉയർപ്പിച്ചുകൊണ്ടാണ് ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ നാട്ടിനകത്ത് നടന്നത് എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ നമുക്ക് ഈ പൊങ്കാല ഈ പ്രാവശ്യത്തത് ഒരു വിജയമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പൊങ്കാല മാത്രമല്ല, നമ്മളിപ്പോൾ കോർപ്പറേഷൻ്റെ കഴിഞ്ഞ കാലങ്ങളുടെ ഒരു ട്രാക്ക് എടുത്ത് നോക്കിയാൽ നിരവധിയായിട്ടുള്ള ഇൻ്റർനാഷണലും നാഷണലിലും ഒക്കെ ആയിട്ടുള്ള സ്റ്റേറ്റ് അവാർഡുകളും എല്ലാം നമ്മുടെ ഈ ഏറ്റവും നല്ല കോർപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. അത് ലഭിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് 365 ദിവസവും ഈ കോർപ്പറേഷൻ്റെ ജോലിയെടുക്കുന്ന കണ്ടിൻജൻറ്റ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങളാണ് എന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ല എന്നുള്ളതാണ്. ഏത് മഴക്കാലമായിരുന്നാലും അതുപോലെ മറ്റ് ഏത് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രളയവും കോവിഡും എന്ന കാലഘട്ടത്തിൽ പോലും നമ്മുടെ നഗരപ്രദേശങ്ങളെ വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെ പ്രവർത്തിച്ചിട്ടുള്ളവരാണ് കോർപ്പറേഷൻ്റെ ജീവനക്കാരെന്ന് പറയുന്നത്. എത്ര പ്രശംസിച്ചാലും മതിയാകാത്ത രൂപത്തിലാണ് നമ്മുടെ ജീവനക്കാരുടെ സേവനമെന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ല. വെളുക്കുന്ന കാലം മുതൽ ഇവിടെ നഗരം വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് മണിക്കൂറുകൾ കൊണ്ട് തന്നെ നഗരം വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ നേതൃത്വം കൊടുക്കുകയാണ്. നമ്മുടെ ഇന്ത്യക്കകത്ത് തന്നെ ഏറ്റവും നല്ല കോർപ്പറേഷൻ, നല്ല ക്ലീനായി കിടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളുടെ കോർപ്പറേഷനുകളും എല്ലാം എടുത്തു നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ലോകത്ത് തന്നെ മാതൃകയാകുന്ന രൂപത്തിലേക്കുള്ള ഒരു വൃത്തിയാക്കൽ സംവിധാനമാണ് നമ്മുടെ ഈ കോർപ്പറേഷൻ ലിമിറ്റിനകത്തുള്ളത് എന്നുള്ളതും അതിന് നേതൃത്വം കൊടുക്കുന്നവരാണ് ഇവിടുത്തെ ജീവനക്കാരാണ് എന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ല. അങ്ങനെ ഒരു സന്നദ്ധ മനോഭാവത്തോടുകൂടി കിട്ടുന്ന വരുമാനവും ജോലിക്കും അപ്പുറത്തേക്ക് ഒരു സന്നദ്ധ പ്രവർത്തനങ്ങൾ പോലെ, ഒരു വീട്ടിലെ പ്രവർത്തനങ്ങൾ പോലെ നടത്തുന്ന ഈ ജീവനക്കാരെ എത്ര പ്രശംസിച്ചാലും മതിയാകുന്നതല്ല. അവരെ ആത്മാർത്ഥമായി ഈ തൊഴിലാളികളെ ഞാൻ പ്രശംസിച്ചുകൊണ്ട്, അഭിനന്ദിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ജീവനക്കാരെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നമസ്കാരം. ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായി ശുചീകരണ യജ്ഞം മാത്രമല്ല, കഴിഞ്ഞ 2 മാസക്കാലം നടന്നു വന്ന നിരന്തരമായ ക്രമാനുഗതമായ പ്രവർത്തനങ്ങളുടെ പരിസമാപ്തിയിൽ കഴിഞ്ഞ 2 വർഷം മുടങ്ങിയ ഒരു ആഘോഷത്തിന് നമ്മൾ കൂടിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 മാസം എന്ന് പറയുന്നത് ഈ ഭരണസമിതി പിച്ച വച്ച് തുടങ്ങിയ കാലമാണ്. എല്ലാവരും വലിയ ആശങ്കയോടെ ഇതെങ്ങനെയാണ് എന്ന് ഉറ്റുനോക്കിയ ആ 2 മാസക്കാലം നടത്തിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ ആറ്റുകാൽ പൊങ്കാലയുടെ കാര്യത്തിൽ മാത്രമല്ല, നഗരസഭയുടെ അടുത്ത 1 വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങളെല്ലാം രൂപപ്പെടുത്തേണ്ട സമയത്ത് അതിന് സമാന്തരമായി തന്നെ ആറ്റുകാൽ പൊങ്കാലയുടെ പ്രവർത്തനങ്ങളും നടത്തേണ്ടത്. ശ്രീ ദീപക് പറഞ്ഞതുപോലെ എക്കാലത്തെയും പോലെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും എല്ലാം സഹായവും സഹകരണവും എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇവിടെ തന്നെ തിരുവനന്തപുരം നഗരസഭയെ പ്രതിനിധീകരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ കിട്ടിയിട്ടുണ്ട്. എന്നാൽ തിരുവനന്തപുരം നഗരസഭയിലെ എല്ലാ ജീവനക്കാരും മേയറുടെയും ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെയും മറ്റു സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ ചെയർമാന്മാരുടെയും നഗരസഭയിലെ 101 കൗൺസിലർമാരുടെയും ഇവിടെ ഇരിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഒരു അപ്പർ ലെയർ ടീമിൻ്റെയും ഒക്കെ അക്ഷീണമായ പരിശ്രമം, പ്രയത്നം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ മേയർ പറഞ്ഞതുപോലെ ജീവനക്കാരെ എല്ലാം ചേർത്ത് പിടിച്ച് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒന്നും അതിപ്രസരമില്ലാതെ എല്ലാവരും കൂട്ടായി നടത്തുന്ന, ഭാവിയിലും നടത്തേണ്ട യജ്ഞങ്ങൾക്ക് എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ കുറച്ച് മുമ്പ് മേയർ സവിസ്തരം പ്രതിപാദിച്ചതുപോലെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ
വളരെ വിശദമായി പറഞ്ഞതുപോലെ ആ കാര്യങ്ങളൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല.